ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 24, വിശുദ്ധ ക്രിസ്തീനായുടെ തിരുനാൾ. ടസ്കനിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ക്രിസ്തീനയുടെ പിതാവ് ഉർബയിൻ ധാരാളം സ്വർണ വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു കടുത്ത വിജാതീയനായിരുന്നു. അവ പലതും ക്രിസ്തീന ഇടിച്ചു പൊടിച്ച് ദരിദ്രർക്ക് ദാനം ചെയ്തു. ഇത് കണ്ട് കോപിഷ്ഠനായ പിതാവ് മകളുടെ മർദ്ദകനായി. ആദ്യം അവളെ വടികൊണ്ടു തല്ലി, പിന്നീട് ജയിലിലടച്ചു. എന്നിട്ടും ക്രിസ്തീനയുടെ വിശ്വാസം അചഞ്ചലമായി തന്നെ നിലനിന്നു. പീഡകർ ക്രിസ്തീനായുടെ മാംസം കൊളുത്തുകൾ കൊണ്ട് വലിച്ചു കീറി. എന്നിട്ടവളെ ഒരു മർദ്ദനോപകരണത്തിൽ കിടത്തി ചുവട്ടിൽ തീ വച്ചു. തീജ്വാല പീഡകർക്ക് നേരെ തിരിഞ്ഞപ്പോൾ ആ മർദ്ദനം അവർ അവസാനിപ്പിച്ചു. എന്നിട്ട് ഭാരമേറിയ ഒരു കല്ല് അവളുടെ കഴുത്തിൽ കെട്ടി ബൊൾസേന തടാകത്തിലേക്ക് എറിഞ്ഞു. അവിടെ നിന്ന് ഒരു മാലാഖ അവളെ രക്ഷിച്ചു. ഇത് കണ്ട് മകളോട് വിദ്വേഷത്തിൽ കഴിഞ്ഞ പിതാവ് പിന്നീട് മരിച്ചു. പിതാവിൻ്റെ മരണത്തിനു ശേഷം ന്യായാധിപന്മാരുടെ നിർദ്ദേശപ്രകാരം ക്രിസ്തീനായെ തീച്ചൂളയിലിട്ട് ദഹിപ്പിക്കാൻ ആജ്ഞാപിച്ചു. 5 ദിവസം ആ തീച്ചൂളയിൽ യാതൊരു അപകടവും കൂടാതെ ജീവിച്ച അവളെ സർപ്പക്കാട്ടിലേക്ക് എറിയപ്പെട്ടു. അവിടെയും ഈശോ അത്ഭുതകരമായി അവളെ രക്ഷിച്ചു. പിന്നീട് അവളുടെ നാവ് മുറിച്ചു കളഞ്ഞ ശേഷം അസ്ത്രങ്ങൾ കൊണ്ട് ദേഹം കുത്തിത്തുളച്ച് ബോൾസേന തടാകത്തിനരികെ ടൈറോ നഗരത്തിൽ വച്ച് ക്രിസ്തീന രക്തസാക്ഷിത്വ മകുടം ചൂടി. വിശുദ്ധ ക്രിസ്തീനെ ഞങ്ങൾക്കു വേണ്ടി ഈ ദിനം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.